അസ്സലാമു അലൈക്കും. നമ്മൾ നെല്ലിമട്ട നാടാട്ടത്. നെല്ലിമട്ടം അമ്പലമാണിത്. കൊണ്ടൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് നെല്ലിമട്ടം മെയിൻ ബോർഡ്. ഇത് ഫാക്ടറി. ട്രക്കുകളൊക്കെ എപ്പോഴും ഉണ്ട്, മരുന്ന് വണ്ടിയൊക്കെ എപ്പോഴും ഉണ്ട്. ഫാക്ടറിക്കൊരു ഓർമ്മയാണ്. ഏതായാലും നെല്ലിമട്ടം കാണുന്നവർക്കൊരിത് മനസ്സിന് സന്തോഷമായിരിക്കും, കുളിരായിരിക്കും. അങ്ങനെ നെല്ലിമട്ടം ഫുള്ള് വീടെടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ സ്ഥലമൊക്കെ പോയിട്ട് കവറേജ് ചെയ്യാം. ഞങ്ങൾ പത്താമ്പുറത്ത് ഇന്നലെ താമസിച്ചു. ഇന്ന് നെല്ലിമട്ടം കുറച്ചൊക്കെ കണ്ടുകാണ് നേരെ ഒബ്രാർ പോയി അങ്ങനെ പോകും ആവശ്യമുള്ളൂ. ഇന്ന് ലീവാണ്. ചപ്പ് കൊണ്ടൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്നലെ ആ റൂമിലേ നിങ്ങളുടെ തലക്കത്തെ റൂമില്ലേ ഡിസ്കോ പോക്കാനെ അവിടെ കിടന്ന് താടിയുടെ ഇപ്പം ഇങ്ങനെ കിട്ടോ സാറേ. സേലം അങ്ങനെ പഠിക്കണം. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും ദേവസ്ഥലം പോകുമ്പോഴൊക്കെ ബസ് കാത്തിക്കുന്ന സ്ഥലമാണിത്. തമിഴ്നാടിൻ്റെ ചായക്കട, പലർക്കട ബാക്ക് സൈഡ്. നമ്മൾ പത്താമ്പുറ ആളുകളാണ് നെല്ലിമടത്ത് താമസാക്കി. അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ സംസാരിക്കുക. ജനങ്ങൾക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് ഉഷാറായിട്ടാണ്. ഈ ബസ് സ്റ്റാൻഡിൽ അന്ന് ചായപ്പീടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡൊക്കെ ഉഷാറാണ്. ഇതിലൂടെ ബസ്സുണ്ട് കേട്ടോ. രാവിലെ 100 ബസ്സുണ്ട്, ഉച്ചക്ക് ബസ്സുണ്ട്. ഏതായാലും ഈ സ്ഥലം നമ്മൾ ആരും മറക്കില്ല, ബസ് കയറുന്ന സ്ഥലമാണ്. ഈ ചേച്ചി നടന്നു പോയതല്ലേ സ്ഥലം. സാധനം പേടിക്കാൻ നടന്നു പോകും. നമ്മളെ പഴയ താമസം ഉറങ്ങണന്റെ പെണ്ണുങ്ങൾ. എന്താ പേര്? ആ കവിത. നമ്മളെ അമ്മായി നമ്മുടെ കൃഷ്ണൻ ആഴ്ച അങ്ങനെ ഞങ്ങള് പറഞ്ഞേ മുരുകന്നെ വലിപ്പടുത്തി സെൽബിയാക്ക ഓരോ റൂമേ ചെലുവെണ്ണ ഓരോ ഏരിയ ആരും മറന്നിട്ടില്ല. എല്ലാ റൂമും പോയി, എല്ലാ റൂമിലും പോയി അങ്ങനെ പോവാ. കാല് ഒയ്യാനും കൈ ഒയ്യാനൊക്കെ ഒരു മാറ്റമല്ലേ, ഒരു മാറ്റമല്ല, ഒരു മാറ്റം. ഏതായാലും റൂമിലായിരുന്നു മറ്റത്തെ മാധു പോലൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വാക്കോടസ് വരുന്നുണ്ട്. ആ പഴയ ബസ് തന്നെയാണ്. ഗൂഡല്ലൂർ ടു ഗൂഡല്ലൂർ ബാക്കിൽ ബസ് ആള് വരും. ഫുള്ള് ആളാ, ബസ് ഫുള്ള് ആളാ കേട്ടോ. ബസ് ഫുള്ള് ആളാടാ. യൂസുഫും പോലെ ബസ് എന്താ പറയുക, ഞായറാഴ്ച ഭയങ്കര തിരക്ക്. കേറുക നമ്മൾ പോകണ്ട, നമ്മൾ ഉബ്രായിക്കൂടെ ബസ് പോയി.
ആ പോണ ബസ്. അഞ്ചണ്ടാ ബസ് പോയി. ആ എങ്ങോട്ട് പോകണ്ട. നമ്മൾ അമിതണ്ണൻ്റെ കടട്ടത് ഇപ്പോൾ ഇവിടെ ആന വരുന്നതിന് കാട്ട് ഇവിടെ എർത്ത് കമ്പിയൊക്കെ ഉണ്ട്, ലൈറ്റ് കൊടുത്തേക്കണം. കട ഒന്നും വർക്ക് ചെയ്യണില്ല ഇപ്പോൾ. അമിതണ്ണൻ്റെ കടയാണത്. ഈ കട ഓർമ്മ വരുമ്പോൾ ഇവിടെ നമ്മൾ മാസം ശമ്പളം മേടിക്കുമ്പോൾ ഇവിടെ അലുവയും മിച്ചറും ഒക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നെല്ലിമുട്ടത്ത്. ഈ സ്ഥലം കാണുമ്പോൾ ആ ഓർമ്മ വരും. ഇവിടെ റോഡ് പണി ഉണ്ട് കേട്ടോ, റോഡ് പണി എടുക്കുന്നുണ്ട്. കല്ല് കുറഞ്ഞിട്ടിക്കണം, എംസാനുണ്ട് കുറഞ്ഞിട്ടിക്കണം. സ്കൂളാട്ടത് സ്കൂൾക്ക് പോകണ വയ്യ. സ്കൂളൊക്കെ ഉഷാറാക്കി. ജാർഖണ്ഡുകാരുണ്ടായിരുന്നു പഠിക്കാനൊക്കെ സ്കൂൾ. പിന്നെ ക്രച്ച് ഇവിടെയൊക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റില്ല. ഓ അതുപോലെ ചെറിയ കുഞ്ഞാക്ക, അങ്ങനെ ഒരുപാട് ആൾക്കാർ. നേലപ്പാടി അമ്മീതന്നെ പെര, പഴയ പെര. നെല്ലിമുട്ട സ്കൂൾക്ക് പോകണം വയ്യാട്ടത്. അമിതണ്ണ വീടുന്ന വീട് ഇപ്പം താമസം ഉണ്ടോ അറിയില്ല. പോയി നോക്കട്ടെ. കിബാല് അലിബാദ് കിബാലിൻ്റെ സിബത്തലി. ഇതാണ് സ്കൂള്. പൊളിച്ചു. സ്കൂളൊക്കെ എന്താ പേര്? യശ്വൻ. എത്തിൻ്റെ നിങ്ങൾ പഠിക്കണോടെ? ഇവിടെ പഠിക്കണ്ടോ? ഹോളി ക്രോസിൽ. ആ നല്ല കുട്ടി. ഇവിടെ കുട്ടികളുണ്ടപ്പോൾ പഠിക്കണ്ടോ? 5 വരെ. ഓ അവിടെ ക്രിസ്കര ഊറാച്ചി കൊണ്ടുവരും. കൊളപ്പള്ളി നെല്ലിമുട്ട സ്കൂളാട്ടത്. ഇതാണ് പഴയ സ്കൂള്. ഇത് പഴയ സ്കൂളിലാ. അതില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെല്ലിമുട്ട സ്കൂൾ ഉണ്ടാക്കിയത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഉണ്ടാക്കിയത് നെല്ലിമുട്ട സ്കൂള്. പണ്ടത്തെ വണ്ടാണ്, വണ്ട്. ഇപ്പോഴും ആ സീറ്റ് ഇട്ട് കേട്ടോ. നെല്ലിമുട്ട സ്കൂൾ പഴയ കല്ലെന്നാണ് സീറ്റ് എടുക്കുന്നത്. ഇതിൽ പഠിച്ചവർക്ക് ഇതിൽ ഓർമ്മ വരും. സ്കൂൾ കാമ്പൗണ്ട് ഫുള്ള് മതിലിട്ട് താമസിക്കുന്നു. മതിലെ കെട്ടി ഉഷാറാക്കിയിട്ടുണ്ട് സ്കൂൾ. അപ്പം നമ്മളെ ക്ലബും ക്യാൻറ്റീനാണത്. ക്യാൻറ്റീൻ ആ TV ക്യാൻറ്റീന് നെല്ലിമുട്ട ക്യാൻറ്റീൻ. സുഖല്ലേ? ക്യാൻറ്റീൻ വിളിച്ചല്ലാണ്. നമ്മളെ ക്യാൻറ്റീൻ്റെ ഉള്ളാട്ടത്. നമ്മളെ പേരെന്താണ്? ഞാൻ പറഞ്ഞു നമ്മളെ എങ്ങോട്ടാണ് பார்த்தா ഇവിടെ കടന്റെ അവിടെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ കട. ഞാൻ അക്കിമക്കനെ പോലോ അതെന്നെ ചോദിച്ചേ ലാസ്റ്റ്. നല്ല ചായ ഉണ്ടാക്കണ്ടാണ്. 2 മാസം. വെങ്കടാച്ചലാണ് അങ്ങനെ പോണ വെച്ചു. രാത്രി TV ഇങ്ങോട്ട് വരും. നിങ്ങളെ പേരെന്താണ്? ചെമ്പസുമേശിലാണത്. നെല്ലിമുട്ടുള്ള ആൾക്കാരൊക്കെ അത് കാണുമ്പോ അവർക്ക് കാണാം. പഴയ ക്യാൻറ്റീൻ. ഇവിടെ ആദ്യം ആരുണ്ടായിരുന്നത്? വിജയേട്ടനെ കാണാം. വിജയേട്ടൻ എപ്പോഴും ഉണ്ടോ? എല്ലാം ഇവിടെ ഉണ്ട്. ചായ ഒക്കെ ഉണ്ട്. അന്ന് ഇത്ര ഒന്നുമില്ല. അന്ന് ചെറിയ ചായയും പഞ്ഞും ഇതൊക്കെ ഉണ്ട്. ഇന്ന് എല്ലാ സാധനങ്ങളും പലർക്കും സാധനങ്ങളൊക്കെ ഉണ്ട്. വാഴക്കൊല, ഉള്ളി, തക്കാളി, കിഴങ്ങ്, പച്ചക്കറി. അവിടെ ആളുമില്ല. ഇതൊക്കെ ഉണ്ട്. ചായയും പഞ്ഞു.
ചൂടുള്ള ഓംലെറ്റും നമ്മളെ ക്യാൻറ്റീനിൽ വെക്കുന്നുണ്ട്. പൊറോട്ട, ദോശ, നെഞ്ചുണ്ടൊക്കെ എടുത്തിട്ട് പോട്ടോ. നല്ല പട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ക്ലബ്ബൊക്കെ പൂട്ടിട്ടിരിക്കണം. ആയിക്കൂടെ പോണ റോഡ്. ഇവിടുത്തെ പണിക്കാർ സാക്കാൻ്റെ ബാർബർ ഷോപ്പ് ഇവിടെ ഉണ്ടായില്ല. സാക്കാൻ്റെ ബാർബർ ഷോപ്പ് അതൊക്കെ പോയിട്ടോ. അതിപ്പോൾ ഒന്നും ഇവിടെ അല്ല. എന്തെങ്കിലും പാടി അതൊക്കെ ഇനി നമ്മളെ കൊണ്ടൊക്കെ ഉണ്ടാവല്ലോ ഉത്സവം, ഈ ചാട്ടൊക്കെ അവിടെയൊക്കെ പോയാൽ നമുക്ക്. ലൈൻസൊക്കെ എല്ലാ ആൾക്കാരുണ്ട്, ഒക്കെ ജാർഖണ്ഡുണ്ട്. നിങ്ങളെ പേരെന്താണ്? ശ്രീകൃഷ്ണനായിട്ടാണ്. ഇവിടെ നമ്മളെ ഉത്സവം ഉണ്ട് അതിൽ അല്ലേ? നമ്മളെ തീച്ചാട്ടൊക്കെ അക്കിമൊക്കെ അമ്പലം. അതുപോലെ ഈ തീച്ചാട്ടൊക്കെ ഉണ്ടാവുമല്ലോ കൊണ്ടത്തിന്, അതിൻ്റെ കണൽ പോകുന്നുണ്ട്. കണലല്ല, കരി. എന്താ ഇത് കാണാൻ വേണ്ടി പത്താമ്പം നമ്മൾ കുറേ വരും. തലേന്ന് വന്ന് ഇവിടെ വെക്കുന്നുണ്ട്. ഫാക്ടറി ഇങ്ങനെ കുണ്ടാണ്. ദേവർശോല ചെറിയ കണക്കല്ല. എന്താ മലയിൽ വെള്ളം ഒലിച്ചിട്ടുണ്ട്. അടുത്ത് പോയി കാണണം. ഇവിടെ നമ്മളെ മാനേജർ ബംഗ്ലാവ്. ഇവിടെ ഇപ്പോൾ താമസമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മുസ്ലിംസ് ജാർഖണ്ഡുകാരുണ്ട്, പിന്നെ കുറേ കർണാടകക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ പോകും. പാടിയിലൊക്കെ വീടാണ്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, പാടുകൾക്ക് വലിയ കുഴപ്പം പറ്റില്ല. നമ്മൾ പത്താമ്പറിന് കൂടുതൽ പോകും. പത്താമ്പറിൽ കുറച്ച് പാടുകളാണ് താഴത്ത്. ബാക്കി മേലൊക്കെ ഓടിപ്പോയി പാട് പോയി. ഇവരൊക്കെ നെല്ലിമട്ടത്തെ ആൾക്കാർ കാണുമ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി മേനപ്പോൾ നിങ്ങളോ ലൈൻസ് ഫാക്ടറി ബാക്കിലുള്ള മുമ്പിലുള്ള അമ്പലത്തിൻ്റെ ബാക്കിലുള്ള ലൈൻസുകൾ. 10 നമ്പറിൽ വന്ന് ഇവിടെ താമസിക്കണം. നമ്മൾ അറിയണല്ലോ. നമ്മളെ ക്ലബ്ബിക്ക് പോണ റോഡും നിലാകോട്ടക്കുള്ള റോഡത്. ഇവിടെ നേരെ താഴത്തൊക്കെ നമ്മൾ ഗ്രൗണ്ട്, ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിച്ച ഗ്രൗണ്ടാണ് കാണുന്നത്. മുകളിലെ മല, പള്ളി അതാ കാണുന്നത്, മദ്രസ. നേരത്തൊക്കെ പോകാം നമുക്ക്. അവിടുന്ന് ക്രിക്കറ്റൊക്കെ കളിച്ചപ്പോൾ 6 അടിച്ചാൽ റോട്ടിൽ എത്തണതാണ്. അന്ന് കളി ഭയങ്കര ടൂർണമെൻറ്റും ഫുട്ബോൾ വേറെ. ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരൊക്കെ കളി കാണാൻ. ഏതായാലും മട്ട ഭയങ്കര ഉഷാറാണ്. ഇപ്പോഴും അതുപോലെ ഉണ്ട്. സൈഡിലെ മലയും പള്ളി ആലോചിക്കുമ്പോഴാണ്. പള്ളിക്ക് ആരുമില്ല ഇപ്പോൾ. നമ്മളെ ഗ്രൗണ്ട് ഇതൊക്കെ ഇടിഞ്ഞേക്കള്. വെള്ളം ഒലിച്ചു പോയിട്ടേ മണ്ണൊക്കെ ആകെ പോയിക്കള്. പള്ളിക്ക് പോണ പോയി. ഇവിടെ അറിഞ്ഞു നോക്കുമ്പോൾ പള്ളി നിസ്കാരം ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ ആരും ജുമാ നടക്കുന്നുണ്ടായിരുന്നു. ജുമാ ഇവിടുന്ന് നലാകോട്ടുനിന്ന് അവിടുന്ന് 2-3 ആൾക്കാർ വന്നു കണ്ട് ജുമാ നടത്തുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് മദ്രസ ഒന്നുമില്ല. മദ്രസും ഉസ്താദ്മാരൊന്നുമില്ല. ആദ്യമൊക്കെ ഇവിടെ ഉസ്താദ്മാരൊക്കെ ഉണ്ടായി. ഇവിടെ 10 പോയിട്ടും ഇവിടെ കുറേ ആളുകളുണ്ടായി. അപ്പോൾ അവരൊക്കെ പോയതുകൊണ്ട് പള്ളി അനാഥകളൊക്കെയാണ്. നമ്മുടെ നെല്ലിമട്ടം പള്ളി, മദ്രസ
ഇതൊക്കെ കാണുന്നവർക്ക് ഒരു ഇതായിരിക്കും. മദ്രസൻ്റെ ഉള്ളിൽ ഒക്കെ ചെതൽ പിടിച്ച് കിടക്കുക. ഫുള്ള് ചെതലാണ്, മരം ഫുള്ള് ചെതൽ. മദ്രസിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ? ആ ചെമ്പൊക്കെ ഉണ്ട് കേട്ടോ, ചെമ്പും ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ മയ്യത്തും കട്ടിലുണ്ട്, കുറച്ചൊരു ഒക്കെ ഉണ്ട്. ചെമ്പും കസാലകളും ബെഞ്ച് പടി നേർച്ചപ്പെട്ടിയൊക്കെ ഉണ്ട്. ഓ ഡ്രസ്സൊക്കെ പോയി. വേറെ പെട്ടിയാണ്, ഓമന ശ്വാതൊക്കെ പെട്ടിട്ടുണ്ടല്ലോ. പെട്ടിയൊക്കെ ഉണ്ട്, ഓമാന ശ്വാതാക്കൾ പെട്ടിയുണ്ട്. ഓ ദഫ് കളിച്ചിന്, ദഫ് മുട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് കുറേ. അതെ ആമ്പർ മദ്രസിൻ്റെ അവസ്ഥ വലിയ. ഓ ഇതാണ് സ്റ്റേജ്. ഇവിടെ വെച്ചാൽ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ പള്ളീൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണട്ടോ, പള്ളീൻ്റെ ഉള്ളൊക്കെ പോയി കാണാം. പള്ളി എത്രാമത്തെ വർഷം നോക്കട്ടെ. 85 അല്ലേ? 85-86 1986. അല്ല അന്നൊന്നും ഏതാനും അറിയാം. 1 മാസം 6-ാം തീയതി. 5 അല്ലേ? 6 അങ്ങനെ വരുന്നത്. പിന്നെ 6 ആക്കിയത് ഉണ്ട്. എന്തായാലും ഒരു നിങ്ങളുടെ പള്ളീൻ്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ തെങ്ങിപ്പുണ്ട് കേട്ടോ, തേങ്ങയുണ്ട്. പള്ളി നിൽക്കാൻ പറ്റില്ല, പൈപ്പില്ല അവിടെ. നിസ്കരിക്കാൻ ലോറ് നിസ്കരിക്കാൻ പൈപ്പുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പള്ളിക്ക് പള്ളി ഓപ്പൺ ആട്ടോ. പള്ളി നെല്ലിമഠത്തെ പള്ളിയാണത്. ബാങ്ക് കൊടുക്കൽ ഇപ്പോഴുണ്ട്, ബാങ്ക് കൊടുക്കൽ ഇവിടെ ഇപ്പോഴുണ്ട്. ഇവിടെ ആരോ ഉറങ്ങലൊക്കെ ഉണ്ട്. ഉസ്താദ് നമ്മുടെ പള്ളിയാണ്. മിമ്പർ വാച്ച് ഇതൊക്കെ ഓടുന്നുണ്ട്. ഇപ്പോൾ പള്ളിക്ക് നിസ്കാരം ഓത്തും പാട്ടൊക്കെ ഉണ്ട്. നിസ്കാര സമയം എടാ ആൾ ഉപയോഗിക്കുന്നുണ്ട്, തോർത്തുകൊണ്ടൊക്കെ ഉണ്ട്. ആ സ്ഥലയുടെ റൂമാണത്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായി. നമ്മളെ പഴയ ഇത് ചോറ്റും പാത്രം. ആ ആ ഒന്ന് പിന്നെ നമ്മൾ ഒന്നെടുക്കാൻ പോകണം. ഒന്നുങ്കര കണ്ടിട്ടില്ല, ഒന്നെടുക്കുന്നുണ്ട്. ഒന്നെടുത്തോ പഴയ ബാത്റൂമാണ്. നന്നായി ബാത്റൂമൊക്കെ പോയി. മീനിപ്പോൾ ഉണ്ട് കേട്ടോ.
പള്ളീൻ്റെ അവിടെ മേലെ റൂമാട്ടോ. ആടുകൾ. ഇവിടെ ഒരു അമ്പലം ബാക്കിൽ. അത് ജിൻഷാദേ വീട് കണ്ട് നോക്കാം. എൻ്റെ വീട് ഇതൊക്കെ താമസിച്ച വീടാണത്. ആ ലൈൻസ് ഇവിടെയൊക്കെ ഇപ്പോൾ ജാർഖണ്ഡിലാണ്. നിങ്ങളുടെ നാട്ടില് ആ ഇവിടെ അല്ലോ ലാസ്റ്റ് റൂം തമിഴ്. ആ ബാക്കി ജാർഖണ്ഡാ. തായ്ലൻഡ്സ്. ഇവിടെ എന്താ ഓട്ടോക്കാരൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് സാധനമൊക്കെ ഇതിലെങ്ങനെ ഇറങ്ങിപ്പോലെ. നമ്മളെ അമ്മായിക താമസിച്ച ലൈൻസാണിത്. ഇപ്പോഴും അതുപോലെ ഉണ്ട്. ഇവിടെ ഒന്നും വീടുകൾക്ക് കേടുകളും ഒന്നും സംഭവിച്ചില്ല. ആൾ താമസം ഉണ്ടായതുകൊണ്ട്. റൂം ഇവിടെയൊക്കെ കച്ചവടക്കാർ വരുന്നുണ്ട് കേട്ടോ. പച്ചക്കറി കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തൊക്കെ കൊണ്ടുവന്നത് എന്താണ് പച്ചക്കറിയോ? ആ പച്ചക്കറി വണ്ടിയൊക്കെ ഇവിടെ വരുന്നുണ്ട് നെല്ലിമട്ടത്ത്. എല്ലാ ആഴ്ചയും വരും അല്ലേ? നെല്ലിമട്ടല്ലേ ഇൻസ്റ്റൾ ഏതാ പാടി ഏതാണെന്ന് അറിയില്ല നമ്മള്. താത്തയുടെ പേരെന്താണ്? ആ കമറുന്നീസ. ആരുമില്ല. അത് നിങ്ങൾ അവിടെ ഇവിടുത്തെ പോയ ആൾക്കാർ കാണും. കാണട്ടെ. ആ ബന്ധം സ്നേഹമാണ്. മറ്റൊക്കെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഇങ്ങനെ ജയിലുമാരി. ഈ വരി ആ പരിക്ക് അറിയില്ല, ആ പരി ഈ പരിക്ക് അറിയില്ല. എല്ലാരും ഒരേ മാതിരി. ഒരു 1/2 കിലോ ഇറച്ചി വെച്ചാല് നമ്മള് അപ്പുറത്തും ഓരോ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് നമുക്ക് തന്നത് നല്ലൊരു അനുഗ്രഹമാണ്. ഈ കഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടപ്പെടാത്തോണ്ട് അറിയാക്കാരെ സ്മൈല് അറിയൂ. ഫുട്ബോളിന്റെ മന്നനാണ്. എവിടെ ആള് പാളുടെ സ്പോർട്സ് മാസ്റ്റർ ഇവിടെ കേറിയിരിക്കണം. മേട്ടുപാളയം കോളേജ് ട്രെയിനിങ്ങിന് കേറിയിരിക്കണ്. ഗവൺമെന്റ് ഇത് പള്ളിന്റെ ബാക്കിലുള്ള പാടുകളാണ്. നമുക്ക് ആ ലൈൻസൊക്കെ അങ്ങനെ ഉണ്ട്. ആ പാത്രങ്ങളും ഇതൊക്കെ കണ്ണടമാരുള്ള ലൈൻസുണ്ട്. ഇത് പള്ളി. ഇങ്ങനെ നടന്നു പോവാം. കാറ്റാടി മരങ്ങൾ. ഇപ്പം നോക്ക് നെല്ലിമട്ടത്തിലെ ആൾക്കാരെ. നിങ്ങളെ നാടാണത്. ഓ കരിവേപ്പിൻ്റെ ഉഷാറുണ്ട്. ഇഷ്ടം പോലെ കരിവേപ്പിൻ്റെ ഇല. മാഷാ അല്ലാ. അമ്പലം വിറക് കിടക്കിച്ചിരുന്നു. നമ്മളെ പള്ളിക്കൊന്നും ഇങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ പാടി വരും. ഈ 2 ലൈൻസ് ഒക്കെ ആളുകളുണ്ട്. റോഡൊക്കെ ഇട്ടിട്ടുണ്ട് ഫുട്പാത്ത്. പക്ഷെ ഒക്കെ പോയിക്കണം. ആദ്യമൊക്കെ കല്ലുകൊണ്ട് പുറത്ത കുറുക്കായിരുന്നു. ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല പച്ചപ്പ് കണ്ടു. ഇവിടെ ഇളിയങ്കാവിൻ്റെ വീടൊക്കെ താഴത്താണല്ലോ. ജാർഖണ്ഡരാണ്. ഇളിയങ്കാവ് നബിസ്ഥാത്ത 2 നബിസ്ഥാത്തൊക്കെ ഓരൊക്കെ നിന്ന റൂമാണ്. പാടികൾ 2 പാടി. നിങ്ങള് പോയ കഴിഞ്ഞ അവിടുത്തെ താഴത്തെ പാടി ഫുള്ള് കേൾക്കുന്നുണ്ടോ? ഇവിടെ മേലെ പാടി വെലിയങ്കാവിൻ്റെ വീടാണത്. 2ാമത്തെ സമീറ വീട് കണ്ടു നോക്കാം. എൻ്റെ പഴയ വീട്. എൻ്റെ ഓർമ്മയിൽ 2ാമത്തെ വീടാണ്. ഇതൊക്കെ പറ്റ പോയിട്ടോ. ഇവിടെയൊക്കെ പോയി. ഇതൊരു ബംഗ്ലാവൊക്കെ ഉണ്ടായി.
ഒക്കെ ജാർഖണ്ഡാണ്. ഇവിടെ നിന്ന് കയറുമ്പോഴുള്ള ഫീലാണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിൽക്കണം എന്നുള്ള തോന്നുന്നു. ഇവിടുന്ന് എന്തിനാ പോയി നമ്മൾ ചിന്തിക്കപ്പോൾ ഇത്രക്കും നല്ല കാറ്റും പ്രകൃതി കൊണ്ടാണെങ്കിൽ നമ്മളെ നെല്ലിമട്ട റോക്കോടും മേൽറാക്കോടും 10ാം വർഗ്ഗ ഏട്ടന്മാരെ വിളിക്കണ്ട പോട്ടെ പോയാക്കട്ടെ. ഇന്നിപ്പോൾ ചെറിയണക്കല്ലൊക്കെ പോണ റോഡാണ്. അമ്പലം ഇവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ എടുക്കാൻ കഴിഞ്ഞാൽ എംപിയും കാര്യം കൂടുമ്പോൾ വെറുതെ എടുക്കാണ്. ഇവിടുത്തെ താമസക്കാരാണ്. ചെറിയണക്കല്ല് വളവാണത്. കയറ്റാനില്ല, അത് വണ്ടി കയറില്ല. ബസ് വരുന്ന മാതിരി പോട്ടെ. ഞങ്ങൾ ചെറിയനക്കല്ല് ഇവിടെ നടക്കുകയാണ്. നാലാക്കോട്ട് ഇവിടുന്ന് നെല്ലിമട്ടത്തുനിന്ന് ഇബ്രാഹിം നടക്കണം. പഴയ ഓർമ്മ അങ്ങനെയൊക്കെ ഉണ്ടോ? പഴയ കഥകളൊക്കെ പറയണ സ്ഥലമാണ്. ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി. ബംഗ്ലാദേശ് നടക്കുമല്ലേ? അത് നടക്കാം. നെല്ലിമട്ടത്തിന് ഓർഡർ ഷർട്ട് അത് കുറിച്ച് പോവാണ്. നല്ല രസം. പ്രയർ ബംഗ്ലാവ് ഇട്ടിട്ട് പ്രയർ ബംഗ്ലാവ് വെട്ടാൻ എന്താ ചെടി ചപ്പെടുത്തിട്ട് നല്ല അത് ചപ്പെടുത്തിട്ടേ ചപ്പെടുത്ത മെഷീന് നമ്മുടെ ബംഗ്ലാവ് ബംഗ്ലാവിനോട് ഇറക്കട്ടെ. അത് നല്ല കുത്തനുള്ള ഉബ്രേർ വളവ് അവിടെ ഒരു കോളനിയാണ്. ആ കോളനിയാണ് അവിടെ ഇങ്ങനെ ആദിവാസികളാ. ക്യാമറ ഉണ്ട്. സ്കൂളാണ് ദർശൻ സ്കൂൾ പഠിച്ചില്ല. ആ ഭാഗത്തൊക്കെ നല്ല മഴ ഓടമാരി മഴ പെയ്യണം. അവിടെ പ്രയർ ഫാക്ടറി പോയിട്ടോ ഒക്കെ പോയി. ഗേറ്റ് മാത്രം ഗേറ്റ് മാത്രം ഉണ്ട് അല്ലേ? ബോസ് തുറക്കണേ. ആ പഴയ ആളന്നെ ആ പഴയ ആളന്നെ ഇപ്പോഴും എത്ര കൊല്ലായിട്ടുണ്ടാവും? 20 കൊല്ലം 30 കൊല്ലം ദേവർശാല ടൗണ്. ബാങ്ക് ഉണ്ട് അവിടെ. ബാങ്ക് ഇപ്പോഴും ഉണ്ട്. അവിടെ താഴെയാണ് ദേവർശാല ടൗണ്. ഇവിടെ ആയിരുന്നു ആദ്യം. എവിടെ എന്നാ ബിരിയാണി? എവിടെ? ആ അടിപൊളി. പോയാ കേട്ടോ.